ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കും, പ്രാർത്ഥിക്കും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നരയൊക്കെ ഇട്ടിട്ടാണ് ചോദിച്ചത്. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ അങ്ങനെ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായം ഇല്ലെന്നെല്ലാം പറഞ്ഞു മാറിയെന്ന് വേറെ ആളുടെ പോസ്റ്റാ എന്നെ പോസ്റ്റ് ആക്കരുത്. ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ, അപ്പൊ ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്കാറ്റ്. അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാൾ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയും. നിങ്ങളെൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. റീഇൻവെൻഷൻ ഒന്നുമില്ല, നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ലേ, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോ ഇതിൽ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നരയൊക്കെ ഇട്ടിട്ടാണ് ചോദിച്ചത്. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ അങ്ങനെ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായം ഇല്ലെന്നെല്ലാം പറഞ്ഞു. അതല്ല, അയാൾ അതിനെ കുറിച്ചൊരു ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ഈ പവിത്രന് നമുക്കറിയാം. നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? കാര്യം റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കലാവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. ശരി കണ്ടാ അറിയാം റൊമാൻറ്റിക് ആണ്. അങ്ങനെയല്ല, നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. സി.ഡി. മൂസയിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിൻ്റെ വിനീത് വച്ചിരിക്കുന്ന അതിൻ്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. അല്ല, നിങ്ങൾ കാണുന്നതല്ലേ, എൻ്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ എന്നൊന്നല്ലേ എല്ലാവരും കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോൾ വേറെ രീതിയിലൊക്കെ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യുക. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക,
വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കും, പ്രാർത്ഥിക്കും. അതിനു വേണ്ടിയിട്ടാണ് അത് കയറുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്, ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയിൽ കൂടിയാണെന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളൊക്കെ സരസതയും കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ കുറേ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായി എന്ന് പറഞ്ഞാൽ അടുത്ത അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല ടൈപ്പ് സിനിമകൾ, പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിൻ്റെയൊക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞൂടാം. അല്ലല്ല, കാരണം 10-21 വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ 21 വർഷമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന, അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതല്ലാതെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അന്നത്തെ ഫിയോക്കിൻ്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ്. അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്തത് ദൈവം, മനസ്സിലായി. അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പടം അപ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത്. അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അല്ല ചെയർമാൻ നിങ്ങൾക്ക് പടം തരില്ലേ, നിങ്ങൾക്ക് ചെയർമാന് നിങ്ങളുടെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി. ഇനി പുറകെ ഓരോ ആൾക്കാർ അദ്ദേഹത്തെ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിൽ ഇതാവുന്നില്ല. നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ്. ആരാ പോസ്റ്റ് ഇട്ട് അതെന്താ പറയുന്നത്? എനിക്കത് തോന്നിയിട്ടില്ല. എൻ്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താൽ പോലെ. അതാ ചോദിച്ചാൽ അയാൾ ആരാണ്, അതെന്താ പറയാൻ പറ്റത്തെ, അതെന്താ അത്? അതെ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോൾ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ നിങ്ങൾ ഈ പവി കെയർടേക്കർ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ഇതിൽ പോകും. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു.
ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാട് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണുമോ? എന്നിട്ട് അയാളോട് ചോദിക്കും, ഇപ്പൊ ഇയാൾ ശരിയായോ എന്ന് ചോദിക്കും. മാറിയെന്ന് വേറെ ആളുടെ പോസ്റ്റാ, എന്നെ പോസ്റ്റ് ആക്കരുത്. ഇത് പുതിയൊരാളല്ലേ പവിത്ര, പുതിയൊരാളാണ്. പഴയത് രീതികളൊന്നുമല്ല. പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നതൊക്കെ ഒരേപോലെ തന്നെ അല്ലേ? അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾ എല്ലാവരോടും ഭയങ്കര കമ്പനിയല്ലേ? അതെന്തായാലും അപ്പൊ പിന്നെ എളുപ്പമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് സ്റ്റുഡിയോസിന്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്നദ്ധ സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആന്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പൊ ഇലക്ഷനും രാധ ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധ ചേച്ചിയും ഇതിനുമുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധ ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ദിവസം ഏപ്രിൽ 26 സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഞാനെ കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല. അങ്ങനെ ആ ആലോചന നടക്കുന്നതിൻ്റെ ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പം ഇത് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സിനിമ, ദിലീപേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ. അങ്ങനെയാണ് ദിലീപേട്ടനിലേക്ക് എത്തുന്നത്. ഫഹദ് പറഞ്ഞോ? ഫഹദല്ല പറഞ്ഞത്, ലാൽ ജോസ് ആണ്. അല്ല, ലാലുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആപ്റ്റായിട്ട് തോന്നുമല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ. ഇപ്പോൾ ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രമായിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത്. ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ്. അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഫഹദിനെ ഈ ക്യാരക്ടറും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പല ക്യാരക്ടറും ഫഹദിൻ്റെ നടൻ എന്നുള്ള രീതിയിൽ
അപ്പോൾ അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ അതിൻ്റെ ഒരു ഏജ് ഉണ്ട്, ആ ക്യാരക്ടറിനെ നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും അതിൻ്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ പവിത്രൻ പവി കെയർടേക്കർ ഒരു 100% കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. നമ്മൾ ആ ഒരു ജോണറിൽ തന്നെയാണ് അതിൻ്റെ കഥയുടെ തുടക്കം മുതലേ പ്ലാൻ ചെയ്തു. അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ അങ്ങനെയാണ്. ഒരു 100% ഫാമിലി എൻ്റർടൈനറാണ് ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ. നടനിൽ നിന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മാനറിസങ്ങളും ഒക്കെയാണ് പവിത്രനിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് 26-ാം തീയതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും. എന്തെങ്കിലും കഥയെ പറ്റിയുള്ള ചോദ്യങ്ങളും കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് മറുപടി പറയാൻ ഞാനിരിക്കുന്നത്. പവിയൊക്കെ നല്ല സിനിമയാണ് ഇത് തോന്നുന്നു. കാരണം ഒരു എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രസീൽ സിനിമ, സമയം പോകുന്ന അറിയാതെ തിയേറ്ററിൽ രസിച്ചിറങ്ങി വരാവുന്ന സിനിമ. എന്നാൽ കണ്ടിറങ്ങി വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശകളുടെ ഓർമ്മകളും ഒക്കെ മിച്ചം നോക്കി പിടിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഓടുന്ന സിനിമയാണ്, ഓടുന്ന സിനിമ ഓടാൻ സാധ്യതയുള്ള സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാക്സിമം ഓടിക്കണം, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. വളരെ ഫീൽ ഗുഡ്, മനസ്സിന് വളരെയധികം കുളിർമ കൊടുക്കുന്നൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, പ്രത്യേകിച്ച് ദിലീപേട്ടൻ എന്ന ആക്ടറിന് അദ്ദേഹത്തിന് എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ സംഗീതത്തിനും എല്ലാ തരത്തിലുള്ള ജോണേഴ്സൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രീതിയാണ്. സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് പ്രൊഡക്റ്റിൽ. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. 26-ാം തീയതി സിനിമ വരികയാണ്. ഇതില് നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് കൊടുക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിൽ ഒരു നായ്ക്കുട്ടി ത്രൂട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പോൾ ഇത് ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ പാട്ടുണ്ട്, തമാശകളും കൊച്ചു സങ്കടങ്ങളും എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതെ, എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും, സ്റ്റോറി റൈറ്റ് വെച്ചിട്ട്. അതായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. അപ്പം വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് കഥയെല്ലാം കേട്ട് നമ്മൾ ആലോചന ഒരു സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിൻ്റെ മനസ്സിലാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപ്
ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല.